നമസ്കാരം. കേരളത്തിലെ പോലീസ് ഏമാന്മാരുടെ പെരുമാറ്റച്ചട്ടം പൊടിതട്ടിയെടുക്കാൻ നിർദ്ദേശം. ജനങ്ങളോട് അപമര്യാദയായി പെരുമാറുന്നത് ഒഴിവാക്കാൻ 1965 മുതൽ പോലീസ് സേനയിൽ 10ഓളം സർക്കുലർ ഇറക്കിയിട്ടുണ്ട് എന്നും പോലീസുകാരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത്. ഇടത് സർക്കാരിന്റെ അധപ്പതിച്ച ഭരണത്തിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച ഗൺമാനും മുഖ്യമന്ത്രിക്കൊപ്പം നെഞ്ചു വിരിച്ചു നടക്കുന്ന ഒരു സമയത്ത് കൂടെയാണ് ഇത്തരത്തിൽ ജനങ്ങളോട് അപമര്യാദയായി പെരുമാറുന്ന ചട്ടം ഒന്നുകൂടെ ശ്രദ്ധിക്കണമെന്ന് കോടതി സൂചിപ്പിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. ഭരണം മുഖ്യന്റെ കയ്യിലായതിനാലും മുഖ്യന്റെ ധൈര്യത്തിൽ പിണറായി പോലീസും ഗൺമാനുമെല്ലാം ഗുണ്ടകളായി മാറുന്നു എന്ന സംശയം ഉള്ളതിനാലുമെല്ലാം കോടതിയുടെ ഈ ഒരു ഇടപെടൽ അത്യാവശ്യം തന്നെയാണ് എന്നാണ് പൊതുജനം ഇപ്പോൾ പറയുന്നത്. ജനങ്ങളോടുള്ള പോലീസിന്റെ പെരുമാറ്റം സംബന്ധിച്ച് ജനുവരി 30 ഇറക്കിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഓൺലൈനായി കോടതിയിൽ ഹാജരായ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനോടാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. പുതിയ സർക്കുലർ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി എന്നാണ് വിവരം. ഇനി ഈ സർക്കുലറെല്ലാം ഇവിടുത്തെ ഏമാന്മാർ അനുസരിക്കുമോ എന്നത് വഴിയെ കണ്ടറിയാം. എന്തായാലും പോലീസുകാർ ജനങ്ങളോട് മോശം പെരുമാറ്റം തുടരുന്നുണ്ട് എന്ന് ആവർത്തിക്കുകയാണ് കോടതിയുടെ ഈ ഒരു ഇടപെടലിലൂടെ. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി 3 ആഴ്ചയ്ക്കകം കോടതിയെ അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പോലീസ് സേനയെ ശുദ്ധീകരിക്കാനുള്ള പ്രയത്നത്തിലാണെന്ന് DGP കോടതിയെ അറിയിച്ചു. ജനങ്ങളോടുള്ള പെരുമാറ്റം സംബന്ധിച്ച് ട്രെയിനിങ് സമയത്തും സർവീസിലും ഉണ്ടായിരിക്കുമ്പോഴും പരിശീലനം നൽകാറുണ്ട്. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പുതിയ സർക്കുലർ ഇറക്കിയതെന്നും അദ്ദേഹം അറിയിച്ചു. 2 ദിവസം മുമ്പ് സേനാംഗങ്ങളുടെ ഓൺലൈൻ യോഗം വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ കടുത്ത നടപടിയെടുക്കുകയും ചെയ്തു എന്ന് DGP കോടതിയെ അറിയിച്ചു. ചുരുക്കം സംഭവങ്ങൾ പോലും പോലീസ് മേധാവിയുടേതടക്കമുള്ള അന്തസ്സിന് കളങ്കം വരുത്തുന്ന തരത്തിലാണ് എന്നും പോലീസിനെ ജനം അകറ്റി നിർത്താൻ ഇടയാക്കുന്നുവെന്നും ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ പറഞ്ഞു. കേരള പോലീസ് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ചതാകണമെന്നും മികച്ച ഉദ്യോഗസ്ഥരും മികച്ച പ്രവർത്തനവുമാണ് കേരളത്തിലെ പോലീസുകാരെ സംബന്ധിച്ച് വേണ്ടതെന്നും കോടതി പറഞ്ഞു. എന്നാൽ കേരളത്തിലെ പോലീസുകാർ ഒരു തരത്തിൽ പറഞ്ഞാൽ പിണറായി പോലീസ് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. പ്രതിഷേധക്കാരെ തല്ലിച്ചതയ്ക്കുക, മദ്യപിച്ച് തോന്നിയ രീതിയിൽ നടക്കുക എന്നീ തുടങ്ങിയിട്ടുള്ള നിരവധി സംഭവങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പം ഗൺമാൻ ഇപ്പോഴും ഒരു കുലുക്കവുമില്ലാതെ നടക്കുകയാണ്. ഒരു പ്രതിഷേധക്കാരനായ ഒരു ഇന്ത്യൻ പൗരനെ തല്ലിച്ചതച്ച ഗൺമാനാണ് തുടർന്നുള്ള നടപടിയായ ചോദ്യം ചെയ്യലിന് പോലും എത്തിച്ചേരാതെ മുഖ്യമന്ത്രിക്കൊപ്പം നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇനിയെങ്കിലും ജനങ്ങളോട് പോലീസുകാർ മോശമല്ലാതെ പെരുമാറണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കോടതി.